അങ്ങനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ് അച്ചുവിനെ. ഇതോടെ ഈ വാർത്ത ന്യൂസിൽ വന്നതിനെ തുടർന്ന് എല്ലാവരും അറിഞ്ഞ് ഞെട്ടി നിൽക്കുകയാണ്. കാര്യങ്ങളറിയുന്ന അർച്ചന ഉടൻ തന്നെ അച്ചുവിനെ തേടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് അച്ചുവിനോട്, എടാ എന്താ പറ്റിയേ? ഞാൻ ന്യൂസ് വന്നപ്പോൾ അറിഞ്ഞ്. എന്താ നീ കാണിച്ചേ? ചേച്ചി, ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല. എന്നെ കുടുക്കിയതാ. എന്നെ ഫോൺ വിളിച്ച് അവിടേക്ക് വരാൻ അവൾ പറഞ്ഞു. അവളുടെ ജീവൻ അപകടത്തിലാണ് എന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടേക്ക് പോയത്. അല്ലാതെ ആ കുട്ടിയെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. അതാണ് സത്യം. എന്നെ വിശ്വസിക്കണം ചേച്ചി. എനിക്ക് നിന്നെ വിശ്വാസമാടാ. ഞാൻ എന്തായാലും കേസിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കട്ടെ. നീ പേടിക്കണ്ട. ജാമ്യത്തിനുള്ള കാര്യം ഞാൻ ഏർപ്പാടാക്കാം. ചേച്ചി, എനിക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത് എന്ന്. എന്നെ കൈവിടല്ലേ. ഇതും പറഞ്ഞ് അവിടെ നിൽക്കുകയാണ് അവൻ. ഇതേ സമയം അങ്ങനെ എളുപ്പം ജാമ്യം കിട്ടുന്ന കേസല്ല. വീട്ടിൽ കയറിയാണ് ഇയാൾ ആക്രമിച്ചത്. ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പരാതി. സാർ, തെളിവുകൾ എന്തെങ്കിലുമുണ്ടോ? അവിടെ കണ്ടുനിന്നവരെല്ലാവരും തെളിവാണല്ലോ. എന്തായാലും ഇനി നിങ്ങൾ ജാമ്യത്തിന് ശ്രമിക്കുകയാണ് എങ്കിൽ അത് കോടതിയിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടതോടെ ആകെ നിരാശയിലാവുകയാണ് ഇപ്പോൾ അച്ചു. കാര്യങ്ങളറിയുന്ന രുക്കു ആകട്ടെ അച്ചു തന്നെ ചതിക്കുകയാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു. അച്ചു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായതാണ്. പക്ഷേ അവനിൽ നിന്ന് ഇങ്ങനെയൊരു ചതി, അത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ ജീവിതം തകർന്നു എന്ന് പറഞ്ഞ് കരയുമ്പോൾ അച്ചുവിനെ അവിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് അർച്ചന ആശ്വസിപ്പിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.